പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അതിനോടനുബന്ധിച്ചുണ്ടായ പ്രഖ്യാപനങ്ങളും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കെതിരെയുള്ള ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങൾക്ക് അമേരിക്ക പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ സമാധാനം എന്നത് വിദൂര സ്വപ്നമായി മാറുകയാണ്. ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ അമേരിക്ക പിന്തുണയ്ക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇറാന്റെ ആണവ മോഹങ്ങളെയും ദീർഘദൂര മിസൈൽ പരീക്ഷണങ്ങളെയും ട്രംപ് വളരെ ഗൗരവകരമായാണ് കാണുന്നത്. ഇറാൻ വീണ്ടും ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവരെ തകർക്കേണ്ടതുണ്ട്. നാം അവരെ തകർക്കുക തന്നെ ചെയ്യുമെന്ന ട്രംപിന്റെ വാക്കുകൾ ഇറാന് നേരെയുള്ള പരസ്യമായ യുദ്ധ പ്രഖ്യാപനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രയേലിന്റെ സുരക്ഷാ മുന്നറിയിപ്പുകളെ തുടർന്ന് അമേരിക്ക ഇതിനോടകം തന്നെ ചില നീക്കങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ ഫോർഡോയിലെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ ലാബിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയത് ഇതിന്റെ സൂചനയാണ്. ഇറാനെ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് വൈറ്റ് ഹൗസ്. ഗാസ മുനമ്പിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിനായി ഡൊണാൾഡ് ട്രംപ് വിഭാവനം ചെയ്ത സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടം വളരെ സങ്കീർണമാണ്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 20-ദിന സമാധാന പദ്ധതി പ്രകാരം ഗാസയുടെ ഭരണം പൂർണ്ണമായി മാറ്റി എഴുതപ്പെടും. ഗാസയിലെ ഹമാസിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു സാങ്കേതിക വിദഗ്ധ പലസ്തീൻ ഗവൺമെന്റ് സ്ഥാപിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ ഭരണകൂടത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകില്ല. പകരം ഗാസയിലെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കുക മാത്രമായിരിക്കും ഇവരുടെ ചുമതല. ട്രംപ് രൂപീകരിക്കുന്ന ബോർഡ് ഓഫ് പീസ് എന്ന ഗ്രൂപ്പിനായിരിക്കും ഈ പുതിയ ഭരണകൂടത്തിന്റെ മേൽനോട്ട ചുമതലയുള്ളത്. ഈ ബോർഡ് പ്രസിഡന്റ് ട്രംപിനെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇതിലൂടെ ഗാസയുടെ പുനർനിർമ്മാണത്തിലും ഭരണത്തിലും അമേരിക്കയ്ക്ക് നേരിട്ടുള്ള നിയന്ത്രണം ലഭിക്കുന്നു. ഹമാസ് തീവ്രവാദികളെ നിരായുധരാക്കിയ ശേഷം ഗാസയുടെ സുരക്ഷാ ചുമതല ഒരു അന്താരാഷ്ട്ര സേനയെ ഏൽപ്പിക്കും. ഇത് മേഖലയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് ട്രംപിന്റെ വാദം. ഒക്ടോബറിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ വിജയിപ്പിക്കാൻ ട്രംപ് നേരിട്ട് ജെറുസലേമിലേക്ക് പോയിരുന്നു. എന്നാൽ കരാർ ലംഘിച്ചുവെന്ന് ഇരുപക്ഷവും ഇപ്പോൾ പരസ്പരം ആരോപിക്കുന്നുണ്ട്. ഹമാസ് ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുന്ന മരിച്ച ബന്ദിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ തിരികെ നൽകണമെന്നത് നെതന്യാഹുവിന്റെ പ്രധാന ആവശ്യമാണ്. ഇതിനായി ഇവരുടെ മാതാപിതാക്കളെ നെതന്യാഹു ട്രംപിനടുത്ത് എത്തിച്ചതും ചർച്ചകളിൽ വൈകാരികമായ ഒരു തലം സൃഷ്ടിച്ചിട്ടുണ്ട്. ട്രംപിന് നെതന്യാഹുവിനോട് വലിയ താല്പര്യമുണ്ടെങ്കിലും വൈറ്റ് ഹൌസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ നെതന്യാഹുവിനെ കുറിച്ച് വലിയ തോതിലുള്ള അതൃപ്തി നിലനിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ സമീപനങ്ങളിൽ നിരാശരാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. നെതന്യാഹുവിന് തന്റെ നാട്ടിൽ നേരിടേണ്ടി വരുന്ന അഴിമതി ആരോപണങ്ങൾ ചർച്ചാ വിഷയമാണെങ്കിലും അദ്ദേഹത്തിന് മാപ്പ് നൽകുന്നതിനെ കുറിച്ചാണ് ട്രംപ് സംസാരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ശേഷി പുനർനിർമ്മിക്കുന്നത് ഇസ്രയേലിന് വലിയ ഭീഷണിയായാണ് ഉയർത്തുന്നത്. ഇസ്രയേലിന്റെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള മിസൈലുകൾ ഇറാൻ സ്വന്തമാക്കുന്നത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തെറ്റിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രയേൽ വലിയ സൈനിക നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്നുമുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ട്രംപിന്റെ സമാധാന പദ്ധതി വിജയിച്ചാൽ ഗാസയിൽ ഒരു പുതിയ യുഗം പിറക്കുമെന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ ഇത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പുതിയൊരു മുഖമാണെന്ന് വിമർശകർ കരുതുന്നു. ഇറാന്റെ പ്രതികരണം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ സമാധാനവും യുദ്ധവും. എല്ലാം പദ്ധതി പ്രകാരം നടന്നാൽ ഗാസയുടെ പുനർനിർമ്മാണത്തിനായി സമാധാന ബോർഡിൽ 2 വർഷത്തെ അധികാരം ലഭിക്കും. അടുത്ത മാസം ഈ ബോർഡിലെ അംഗങ്ങൾ പ്രഖ്യാപിക്കുന്നതോടെ പദ്ധതിയുടെ ഗതി വ്യക്തമാകും. ലോകം മുഴുവൻ ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ ഫലത്തിലേക്കാണ് ഉറ്റുനോക്കുന്നത്.